Welcome to the class Consumer Protection Act 2019 എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ സർവീസസ് എന്നുള്ള ടേമിന്റെ ഡെഫിനിഷൻ ആണ് മനസ്സിലാക്കാൻ പോണത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ കൺസ്യൂമർ എന്നുള്ള ടേമിന്റെയും കംപ്ലൈനന്റ് എന്നുള്ള ടേമിന്റെയും ഡെഫിനിഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടായി. അപ്പോൾ ഇന്ന് നമുക്ക് സർവീസസ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, യെസ്, സെക്ഷൻ 2 ക്ലോസ് 42 ആണ് സർവീസസ് എന്നുള്ള ടേമിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എന്താ പറയണത്? സർവീസ് മീൻസ് സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ, അതായത് സർവീസ് എന്ന് പറയുന്ന എല്ലാതും അതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇനി എന്താണ് സർവീസ് പറയുന്നത് എന്താണെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവർ പറയുന്നത് എന്താ? സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ മെയ്ഡ് അവൈലബിൾ ടു പൊട്ടൻഷ്യൽ യൂസേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സർവീസ് അത് അവൈൽ ചെയ്യുന്ന ഒരു സർവീസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടെലികോം സർവീസ്, ആ ടെലികോം സർവീസിന്റെ യൂസർ ആരാണ്? ആ ടെലികോം സർവീസിന്റെ കസ്റ്റമർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ വീട്ടിൽ ടെലിഫോൺ കണക്ഷൻ വെച്ചിട്ടുള്ള ഒരാളാണ് അതിന്റെ യൂസർ. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ യൂസർ എന്താണ്? ഇപ്പൊ കണക്ഷൻ വെച്ചിട്ട് അത് യൂസ് ചെയ്യുന്ന ആളുണ്ടാവും. കണക്ഷൻ വെച്ചിട്ടുണ്ട് പക്ഷേ തൽക്കാലം യൂസ് ചെയ്യണില്ല, എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യുന്ന ആളും ഉണ്ടാവും. അപ്പോൾ യൂസറും ഉണ്ട്, പൊട്ടൻഷ്യൽ യൂസറും ഉണ്ട്. പൊട്ടൻഷ്യൽ യൂസർ എന്ന് പറഞ്ഞാൽ ഹൂ ഈസ് ഹാവിംഗ് ദ കപ്പാസിറ്റി ടു യൂസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ സർവീസ് എന്നുള്ള ടേമിന്റെ ഡെഫിനിഷനിൽ ഈ സർവീസ് കൊടുക്കുന്ന ആൾ ഉടനടി അത് ഉപയോഗിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. അയാൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അയാൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. ആ ഉപയോഗത്തിന് വേണ്ടി അയാൾ അത് അവെയിൽ ചെയ്യുന്നു, അത്രയേ ആവശ്യമുള്ളൂ. അങ്ങനെ അവെയിൽ ചെയ്യുന്ന എന്തും സർവീസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഡെഫിനിഷൻ ഒട്ടും ക്ലിയർ അല്ല അല്ലെ, എന്താണ് സർവീസ് എന്ന് നമുക്കൊന്നും മനസ്സിലാവണേ ഇല്ല. അതുകൊണ്ട് ഫർദർ ആയിട്ട് പറയുന്നത് ഇൻക്ലൂഡ്സ് ആൻഡ് നോട്ട് ലിമിറ്റഡ് ടു. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ സർവീസ് എന്നുള്ള ടേമിന് വേണമെങ്കിൽ ഉദാഹരണം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഈ ആക്ടിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതും സർവീസാണ്, അതും സർവീസാണ്. ഓക്കെ, അതാണ് പറയുന്നത് ഇൻക്ലൂഡ്സ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള മറ്റെന്തും സർവീസ് എന്നുള്ള ടേമിന്റെ ഡെഫിനിഷനിൽ പിന്നീട് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടേക്കാം. ഓക്കെ, അപ്പൊ അത് വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് സെക്ഷൻ 242 കൊടുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. സർവീസസ് ഓഫ് ഫെസിലിറ്റീസ് മെയ്ഡ് അവൈലബിൾ ടു യൂസേഴ്സ് ലൈക്ക് ബാങ്കിങ്. ബാങ്കിങ് ഒരു സർവീസ് ആണ്, യാതൊരു സംശയമില്ല. ഫൈനാൻസിങ് സർവീസ് ആണ്, ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലാതെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് ആണ്, യാതൊരു സംശയവുമില്ല. ഇനി എന്താ? ഇൻഷുറൻസ് ഒരു സർവീസ് ആണ്. ട്രാൻസ്പോർട്ട്, ഓക്കെ, ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ട്രാൻസ്പോർട്ടും, അതായത് നമ്മൾ ഇപ്പോൾ ടാക്സി സർവീസ് എന്നത് ഒരു സർവീസ് ആണ്, ബസ് സർവീസ് എന്നതൊരു സർവീസ് ആണ്, ട്രെയിൻ സർവീസ്, ഫ്ലൈറ്റ് സർവീസ്, ഷിപ്പ് സർവീസ്, എല്ലാ തരത്തിലുള്ള ട്രാൻസ്പോർട്ടും സർവീസിൽ വരാം. ഓക്കെ, പ്രോസസ്സിംഗ്, ഒരു സാധനം പ്രോസസ് ചെയ്ത് കൊടുക്കുക എന്നത് ഒരു സർവീസ് ആണ്. സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ ഓർ എനി അതർ ഫോം ഓഫ് എനർജി. ഓക്കെ, അപ്പൊ അത് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതാവാം, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നതാവാം, ഏത് തരത്തിലുള്ള എനർജി ഫോംസിനെ സപ്ലൈ ചെയ്യുന്നതാണെങ്കിലും അതൊക്കെയും ഈ സർവീസ്. ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ ഒക്കെ ഈ സർവീസിന്റെ ഇതിൽ വരും. ഓക്കെ, പിന്നെയോ ടെലികോം, ഞാൻ നേരത്തെ പറഞ്ഞു ടെലികോം ഒരു സർവീസിൽ വരും. ഇനിയോ ടെലികോം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ടെലിഫോൺ സർവീസുകളും അതിൽ വരും. ബോർഡിംഗ് ഓർ ലോഡ്ജിങ് ഓർ ബോത്ത്, അതായത് ബോർഡിംഗ്, ഒരാളെ ബോർഡ് ചെയ്യണേ ഉള്ളൂ, ലോഡ്ജിങ് സർവീസസ് ഒന്നുമില്ല. ബസ്സിൽ ബോർഡ് ചെയ്തു, ട്രെയിനിൽ ബോർഡ് ചെയ്തു, ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു, ബോർഡിംഗ് സർവീസ് ഒരു സർവീസ് ആണ്. എന്നാൽ അതിന്റെ ലോഡ്ജിങ് മാത്രമായിട്ടുള്ളത് ഉണ്ടാവും അല്ലേ. അതായത് ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു ലോഡ്ജിൽ നമ്മൾ മുറിയെടുത്ത് താമസിക്കുമ്പോൾ എന്താണ് അത്? ലോഡ്ജിങ് ആണ്, അതൊരു സർവീസ് ആണ്. ഇനി ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ഒന്നിച്ചുണ്ടാവാം, അതും ഒരു സർവീസ് ആണ്. ഓക്കെ, ഇനി ഹൗസിംഗ് കൺസ്ട്രക്ഷൻ, വീട് പണിഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് കാശ് വാങ്ങിയിട്ട് സമയത്ത് പണിഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ പരിധിയിൽ വരും, സമയത്ത് പൊസഷൻ കൊടുത്തില്ലെങ്കിൽ. ഓക്കെ, ഹൗസിംഗ് കൺസ്ട്രക്ഷൻ ഒരു സർവീസ് ആണ്. ഇനി അതല്ലാതെയോ എന്റർടൈൻമെന്റ്, സിനിമകൾ, മറ്റു തരത്തിലുള്ള ചാനലുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, അതൊക്കെ. ഓർ ദ പർവേയിങ് ഓഫ് ന്യൂസ്, അതായത് ന്യൂസ് ചാനലുകൾ മാത്രം, നമ്മൾ ന്യൂസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് അത് കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ സർവീസിൽ വരാതിരിക്കില്ല. ന്യൂസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഒരു സർവീസ് ആണ്. അതുപോലുള്ള ഏത് തരത്തിലുള്ള സർവീസ്, ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും ഒരു സർവീസ് ആണ്. ഓക്കെ, ഇനിയോ എന്നാൽ അതേ സമയം
നോട്ട് ഫ്രീ സർവീസ് ഓർ പേഴ്സണൽ സർവീസ്. അപ്പൊ ഈ ആക്ട് എന്താ പറയണത്? ഇത്രയും കാര്യങ്ങൾ സർവീസ് ആണ്, ഇൻക്ലൂഡ്സ്, ഇതൊക്കെ സർവീസ് ആണ്. ഇതല്ലാതെ ഇനിയും പുതുതായി പലതും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ സുപ്രീം കോടതി 1996 പറഞ്ഞു മെഡിക്കൽ സർവീസ് ഒരു സർവീസ് ആണ്. ഇത് കൃത്യമായിട്ടൊരു ഉദാഹരണം വഴി ആക്ടിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ലോയർ സർവീസ് ഒരു സർവീസ് ആണ്, അതും പിന്നീട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാ. അപ്പൊ അതുകൊണ്ട് ആക്ട് പറയുന്നത് ഇത്രയൊക്കെ ഞങ്ങൾ പറയുന്നു, പക്ഷെ ഇനിയും പലതും സർവീസ് എന്നുള്ള ടേംസിൽ വന്നേക്കാം. എന്നാൽ അതേസമയം സർവീസ് എന്തല്ല എന്നുകൂടി ഈ ആക്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയണത്? ഫ്രീ സർവീസസ് ആർ നോട്ട്. ഓക്കെ, ഫ്രീ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാതെ നമ്മൾ അവൈൽ ചെയ്യുന്ന ഒരു സർവീസും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരില്ല. അതായത് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന സർവീസുകൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരില്ല, കാരണം അത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ പേഴ്സണൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കോൺട്രാക്ടിന്റെ പുറത്ത് ഒരാൾ പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സണൽ സർവീസ് ആണ്. ഇപ്പോൾ ഒരാളോട് ചിത്രം വരച്ചു തരാൻ പറഞ്ഞു, ആ ചിത്രം വരച്ചു തന്നാൽ ഇത്ര പൈസ തരാം, അതാണ് കോൺട്രാക്ട്. അതൊരു പേഴ്സണൽ സർവീസ് ആണ്. ഓക്കെ, ഒരു ട്യൂട്ടറെ അപ്പോയിന്റ് ചെയ്തു, സബ്ജക്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം, ഞാൻ ഇത്ര പൈസ തരാം. ഈ ട്യൂട്ടറുടെ സർവീസും ഒരു പേഴ്സണൽ സർവീസ് ആണ്. ഒരാളോട് എൻ്റെ വീട്ടിലൊരു പരിപാടിക്ക് ഒന്ന് പാട്ട് പാടണം എന്ന് പറഞ്ഞു, ആ പാട്ട് പാടുന്നതും ഒരു പേഴ്സണൽ സർവീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം സർവീസുകളൊന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരികയില്ല. എന്തൊക്കെയാണ് വരാത്തത്? ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സർവീസും വരില്ല, അതേപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള സർവീസുകളും ഒന്നും തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരില്ല. എന്നാൽ എന്തൊക്കെ വരും? ഇപ്പൊ നമ്മൾ കണ്ടു, ബാങ്കിങ്, ഫൈനാൻസിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, പ്രോസസിംഗ്, സപ്ലൈ ഓഫ് എനർജി, ടെലികോം, ബോർഡിംഗ്, ലോഡ്ജിംഗ്, housing construction, entertainment, amusement, news channels, all of them എന്ന് മാത്രമല്ല പുതുതായിട്ട് മറ്റു പല സർവീസുകളും പിന്നീട് കാലം കൊണ്ട് കോടതികൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്ര എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് സർവീസസ് എന്നുള്ള ടേമിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി മറ്റൊരു ടേമിന്റെ ഡെഫിനേഷനുമായിട്ട് ഇനി ഒരിക്കൽ വരാം. ടിൽ ദെൻ ബൈ.